Okay, next topic is center of gravity of unsymmetrical sections. So നമ്മൾ ആദ്യം ചെയ്തതെല്ലാം സിമ്മട്രിക്കൽ സെക്ഷൻസ് ആയിരുന്നു. ആദ്യം ചെയ്തതായിരുന്നു ടി സെക്ഷൻ ചെയ്തായിരുന്നു. പിന്നെ അത് സിമ്മട്രിക്കൽ വിത്ത് റെസ്പെക്ട് വൈ ആക്സിസ് ആയിരുന്നു അല്ലേ. പിന്നെ ഉള്ളത് ഒരു സി സെക്ഷൻ ആയിരുന്നു, ചാനൽ സെക്ഷൻ ആണ്. അതിൻ്റെ ഉള്ളിലാണെങ്കിലും എക്സ് ആക്സിസ് സിമ്മട്രിക്കൽ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു. ഇനി സിമ്മട്രി ഒന്നുമില്ലാത്ത അൺസിമ്മട്രിക്കൽ ആയിട്ടുള്ള സെക്ഷൻസിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഹൗ വി ക്യാൻ ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് ദാറ്റ് unsymmetrical sections. So here we have to find the values, that is x bar and y bar. X bar ഉം y bar ഉം by using the equations നമുക്ക് ഇക്വേഷൻസ് പറഞ്ഞാൽ എന്തായിരുന്നു, സിഗ്മ എ എക്സ് ബൈ സിഗ്മ എ അല്ലെങ്കിൽ സിഗ്മ എ വൈ ബൈ സിഗ്മ എ എന്നാണ് വൈ ബാറിൻ്റെ ഇക്വേഷൻ. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ റെഫറൻസ് ആക്സിസ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു എൽ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള സെക്ഷനാണ്. അപ്പോൾ ഒരു കേസിൽ നമുക്ക് അതിൻ്റെ എക്സ് കോർഡിനേറ്റും സെൻറ്ററിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം റെഫറൻസ് ആക്സിസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. സിമെട്രി ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഫിഗറിൻ്റെ ബോട്ടം മോസ്റ്റ് പോയിന്റ് ചെക്ക് ചെയ്യുക. അവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ നിങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് വരയ്ക്കണം. ഇതാണ് നമ്മുടെ റെഫറൻസ് എക്സ് ആക്സിസ് ആയിട്ട് വരുന്നത്. പിന്നെ വൈ ആക്സിസ് സിമെട്രിക്കൽ അല്ലല്ലോ, സോ ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റ്, സോ ഇത് ബോട്ടം മോസ്റ്റ് പോയിന്റിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഇനി ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ റെഫറൻസ് വൈ ആക്സിസ്. സോ ഈ ആക്സിസ് സെറ്റ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ സെൻറ്ററോട് ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ടായിരിക്കും. സോ ആ ഒരു പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റും ദാറ്റ് ഇസ് എക്സ് ബാറും വൈ കോർഡിനേറ്റ് ദാറ്റ് ഇസ് വൈ ബാറും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇക്വേഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. So here we have the question, that is find the centroid of an unequal angle section 100 mm into 80 mm into 20 mm. So question തന്നിട്ടുണ്ടായിരിക്കും, ഫിഗർ തന്നിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് തന്നിട്ടില്ലെങ്കിൽ ഒരു ആംഗിൾ സെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു എൽ ഷേപ്പിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. ദെൻ ടോട്ടൽ ഹൈറ്റ് 100 ആണ്. ദെൻ ഈ വിഡ്ത്ത് ആയിരിക്കും 80, ഈ തിക്നെസ് ആയിരിക്കും 20. മിക്കവാറും തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിഗർ തരാറുണ്ട്. ഇനി ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം റെഫറൻസ് ആക്സിസ് സെറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ ഒരു ഫിഗറിൻ്റെ ബോട്ടം മോസ്റ്റ് പോയിന്റ് സിമെട്രി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. സിമെട്രി ഉണ്ടായിരുന്നെങ്കിൽ സിമെട്രിക്കൽ ആക്സിസ് ആയിരിക്കണം റെഫറൻസ് ആക്സിസ്. സോ ബോട്ടം മോസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്ത് അവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ സെറ്റ് ചെയ്തു. ദെൻ ഈ ഒരു ഫിഗറിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്തു, അവിടുന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ സെറ്റ് ചെയ്തു. സോ ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. ഇനി ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകണം. ഈ രണ്ട് സെക്ഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന ഇത് ഇത്രയും പോർഷൻ്റെ വലിയൊരു ട്രയാങ്കിളും പിന്നെ ഇതൊരു കുഞ്ഞ് ട്രയാങ്കിളും സെക്കൻഡ് ട്രയാങ്കിളാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉള്ളത് എങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇതൊരു റെക്റ്റാങ്കിളും ഇവിടെ നിന്നിട്ട് ഇവിടം വരെയുള്ള പോർഷൻ അടുത്ത റെക്റ്റാങ്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്പ്ലിറ്റ് ചെയ്യാം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഓരോ സെക്ഷൻസിൻ്റെ സെൻറ്ററോട് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യണം, ഈ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് സെക്ഷൻസിൻ്റെയും സെൻറ്ററോട് മാർക്ക് ചെയ്യുക. മാർക്കിറ്റ് G1 ആൻഡ് ഇതല്ലേ ഫസ്റ്റ് സെക്ഷൻ, സോ G1 ആൻഡ് G2 എന്ന് മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കാനുള്ളതുകൊണ്ട് ഈ ഒരു പോയിന്റിന്റെ x1ഉം y1ഉം കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഒരു പോയിന്റിന്റെ x2ഉം y2ഉം കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ x1 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, വൈ ആക്സിസിൽ നിന്ന് ഈ പോയിന്റ് വരെ ഡിസ്റ്റൻസ് ആണ് x1. അത് നിങ്ങൾ ഫിഗറിൽ മാർക്ക് ചെയ്യണം. മാർക്കിറ്റ് x1. ഇനി x2 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിൽ നിന്ന് ശ്രദ്ധിക്കണം, വൈ ആക്സിസിൽ നിന്ന് പോയിന്റ് വരെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് x2. സോ ആദ്യമേ തന്നെ x1ഉം x2 എന്താന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. x1 കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എത്രയായിരിക്കും, ടോട്ടൽ 20 ആണ്, അതിൻ്റെ പകുതിയല്ലേ ഉള്ളൂ. സോ 20/2 എന്ന് പറയുമ്പോൾ 10 എന്ന് വരും. ഇനി x2 വരുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ സെൻറ്ററോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ ഈ ലെങ്ത് എത്രയായിരിക്കും, ഇത് ആസ് എ ഹോൾ 80 അല്ല, എത്രയാണ് വരുന്നത് 80 - 20, ദാറ്റ് ഇസ് ഇത്രയും പോർഷൻ 60 ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഈ ഒരു സെക്ഷൻ്റെ സെൻറ്ററോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സെക്ഷൻ റെക്റ്റാങ്കിൾ സെപ്പറേറ്റ് എടുക്കുക, 60യുടെ പകുതി ഈ പോയിന്റിലായിട്ടായിരിക്കും അതിൻ്റെ സെൻറ്ററോഡ് ഉള്ളത്. ദാറ്റ് ഇസ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 60/2, ദാറ്റ് ഇസ് 30 ആണ്. ഓക്കെ, അപ്പോൾ അത് ഡൗട്ടില്ല. പിന്നെ തിക്നെസ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 20 ആണ്. സോ x2 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 20 +
60/2, ദാറ്റ് ഇസ് 20 + 30 = 50 എന്ന് വരും. ഇനി അതല്ല, നമ്മൾ ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കേസിൽ ഡയറക്റ്റ് ഈ x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80/2 എന്ന് എഴുതായിരുന്നു. പക്ഷേ ഈ ഹൈറ്റ് y1 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെറിയ ഡിഫറൻസും വരും. y1 എങ്ങനെയാണെന്നുള്ളത് പിന്നെ പറഞ്ഞുതരാം. അപ്പം ഈ കേസിലുള്ള y1 എന്ന് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, y1 എന്ന് പറയുകയാണെങ്കിൽ ഈ x ആക്സിസിൽ നിന്ന് ഈ g1 വരെയുള്ള ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. അത് എത്രയായിരിക്കും? ഇത് y1 എന്ന് മാർക്ക് ചെയ്യാം. അത് 100/2 ആണ്, ദാറ്റ് ഇസ് 50. ഇനി x ആക്സിസിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഹൈറ്റ് ആണ് y2. അതെന്തായിരിക്കും? 20/2, ദാറ്റ് ഇസ് 10. ഇനി നമ്മൾ വരയ്ക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് എങ്ങനെയല്ല, ഇങ്ങനെ ഒരു സെക്ഷനും ഇങ്ങനെ വേറൊരു സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പം ഇത് ആസ് എ ഹോൾ, ഇത് കംപ്ലീറ്റ് റെക്ടാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? 80 ഉള്ളൂ അല്ലേ? 80 ഉള്ളൂ, 100 ഇല്ല. പിന്നെ ഈ ഒരു തിക്നെസ് 20 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എക്സ് ആക്സിസ് ഉണ്ട്, അതുപോലെ തന്നെ വൈ ആക്സിസ് ഉണ്ട്. സോ എക്സ് ആക്സിസിൽ നിന്ന് ഈ ഒരു റെക്ടാങ്കിൾ സെൻറ്ററോട് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, 20 + ഇത്രയും ഡിസ്റ്റൻസ് എന്തായിരിക്കും? 80/2 ആണ് അല്ലേ? 20 + 80/2, ദാറ്റ് ഇസ് 60 എന്ന് വരും. അപ്പോൾ ഫിഗർ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് അതനുസരിച്ചാണ് കോർഡിനേറ്റ്സും കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാം. എക്സ് ബാറും വൈ ബാറും സെയിം ആൻസർ കിട്ടുമെങ്കിലും അതിന് y1 x1 ഏതെങ്കിലും ഒരു വാല്യൂസ് ഒക്കെ ചേഞ്ച് വരും നമ്മൾ ആ സെക്ഷൻ ഡിവൈഡ് ചെയ്യുന്നതനുസരിച്ച്. സോ ഇതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തെന്നുള്ളൂ. റെഫറൻസ് ആക്സിസ് 2 പോയിന്റ്സ് മാർക്ക് ചെയ്തു. ഇതെന്താണ്? y1, ഇത് y2. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റെക്ടാങ്കിളിൻ്റെയും സെക്കൻഡ് റെക്ടാങ്കിൾസിൻ്റെയും a1 x1 y1 a2 x2 y2 ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക? ഇത് എഴുതണമെന്നൊന്നുമില്ല, ജസ്റ്റ് എക്സ് ബാറിൻ്റെ ഇക്വേഷനും വൈ ബാറിൻ്റെ ഇക്വേഷനും എഴുതുക. 2 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് കൊണ്ട് 2 ടേംസ് ഡിവൈഡ് ചെയ്തിട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസേഴ്സ് കിട്ടും. നമുക്ക് എല്ലാ ആൻസേഴ്സും നേരത്തെ x1 x2 ഒക്കെ അറിയാവുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വൈ ബാർ കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഇക്വേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.